വെൽക്കം ബാക്ക് ടു ടി ടോക്സ്. തിയേറ്ററുകളിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് സ്ക്രീനിൽ ദളപതി എന്ന് തെളിയുമ്പോൾ ഉയരുന്ന ആ ഒരു ആർപ്പുവിളിയുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയവും. സിനിമയിൽ വില്ലന്മാരെ സിംഗിളായി വന്ന് നെഞ്ചും വിരിച്ച് അടിച്ചു പറത്തുന്ന അതേ വിജയ് സ്റ്റൈലിൽ തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കസേരയിലേക്ക് പുള്ളി മാസ് എൻട്രി നടത്തിയത്. പതിറ്റാണ്ടുകളായി തമിഴകം ഭരിച്ചുറപ്പിച്ച വമ്പൻ രാഷ്ട്രീയ കോട്ടകളെ തകർത്തെറിഞ്ഞ് തമിഴക വെற்றி കഴകം എന്ന പാർട്ടിയിലൂടെ വിജയ് അധികാരം പിടിച്ചപ്പോൾ പലരും കരുതി ഇതൊരു സിനിമാക്കാരന്റെ വെറും താൽക്കാലിക തിളക്കം മാത്രമാണെന്ന്. എന്നാൽ ഭരണം തുടങ്ങി വെറും കുറച്ചു മാസങ്ങൾ പിന്നിടുമ്പോൾ സ്ക്രീനിലെ നായകനേക്കാൾ വേഗത്തിൽ തമിഴ്നാട്ടിൽ വിപ്ലവം സൃഷ്ടിച്ച് റിയൽ ലൈഫിലും ഒരു ഹീറോയാണെന്ന് തെളിയിക്കുകയാണ് വിജയ്. വിമർശകരുടെ പോലും വായടപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ. തമിഴ്നാട്ടിൽ വിജയ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടുത്തുകാരോട് നമുക്ക് അസൂയ തോന്നിപ്പോയാൽ അതിൽ ഒട്ടും തെറ്റില്ല. എന്തൊക്കെ കിടിലൻ മാറ്റങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് നോക്കൂ. ഭരണമേറ്റ ആദ്യ മാസം കൊണ്ട് തന്നെ 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി എന്ന ജനപ്രിയ പദ്ധതിക്ക് തുടക്കമിട്ടു. അഴിമതിയുടെ കേന്ദ്രങ്ങളായിരുന്ന റേഷൻ കടകൾ, ക്ഷേത്രങ്ങൾ, ആരോഗ്യ മേഖല എന്നിവിടങ്ങളിൽ ശക്തമായ അഴിമതി വിരുദ്ധ റെയ്ഡുകളും നടപടികളും ആരംഭിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി പ്രത്യേക സിംഗപ്പൻ ഫോഴ്സ് രൂപീകരിച്ചു. അധികാരമേറ്റ ഒരു മാസത്തിനുള്ളിൽ പൂട്ടി വീണത് 717 മദ്യശാലകളാണ്. രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ പതിച്ച സ്കൂൾ ബാഗുകൾക്ക് പകരം വിദ്യാർത്ഥികൾക്ക് ചിത്രങ്ങളില്ലാത്ത ബാഗുകൾ നൽകാൻ ഉത്തരവിട്ട് വ്യക്തിപൂജ രാഷ്ട്രീയത്തിന് വിജയ് തടയിട്ടു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയും അമ്മ ക്യാന്റീനുകളിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കലും തമിഴ് ജനത ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കൂടാതെ സ്കൂൾ ഫീസുകളിൽ ഇളവുകൾ വരുത്തിയും പ്രമാണങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം വിപുലീകരിച്ചും ഗ്രാമങ്ങളിൽ കുടിവെള്ള പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചും അതുപോലെ സ്കൂളുകളിൽ രാഷ്ട്രീയം പാടില്ലെന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് അവിടെ പ്രവേശനമില്ലെന്നും കർശനമായി വിലക്കിയും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിജയ് സർക്കാർ. തമിഴ്നാട്ടിലെ ഈ മാറ്റങ്ങളൊക്കെ കണ്ട് നമ്മുടെ കേരളത്തിലും ഇത് പ്രതീക്ഷിച്ചാൽ നമുക്ക് തെറ്റി. അവിടെ തമിഴ്നാട്ടിൽ ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ ആശ്വാസം കൊടുക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ജനങ്ങളെ എങ്ങനെയൊക്കെ പിരിയാം, എവിടെയൊക്കെ നികുതി കൂട്ടാം, എങ്ങനെയൊക്കെ ചാർജ് കൂട്ടാം എന്നതിനെ കുറിച്ചാണ് ഗവേഷണം നടക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഭരണം കണ്ട് നമുക്കും ഒരു നാൾ ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ സ്വപ്നം കണ്ട് സമയം കളയാമെന്ന് മാത്രം. സിനിമയിലെ മാസ് ഹീറോയിൽ നിന്ന് ജനങ്ങളുടെ റിയൽ ഹീറോയിലേക്കുള്ള വിജയുടെ ഈ മാറ്റം ശരിക്കും തമിഴകം ആഘോഷിക്കുകയാണ്. അപ്പോൾ വിജയ് ചെയ്ത ഞാൻ പറയാൻ വിട്ടുപോയ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതും കൂടി താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ഭരണത്തെക്കുറിച്ചും അവിടുത്തെ ഭരണത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങളും കമന്റായി അറിയിക്കുമല്ലോ. അപ്പൊ ശരി, നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.